ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മസാല ഷവായ ഉണ്ടാക്കിയാലോ. അതോടൊപ്പം തന്നെ ഒരു മന്തി റൈസും. ആദ്യമായി തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കാം. ആദ്യം ഒരു ജാറിൽ, മിക്സിയുടെ ജാറിൽ മല്ലിയില, കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഞാൻ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ, പിന്നെ തക്കാളി, കാശ്മീരി മുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഞാൻ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, ക്യുമിൻ സീഡ് അതും ഇട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഇച്ചിരി വിനാഗിരി ഒഴിച്ചു കൊടുത്തായിരുന്നേ, ഇത് പറയാൻ വിട്ടുപോയി. ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ച് മാറ്റിയിട്ടുണ്ട്. സ്കിന്നോട് കൂടിയ ചിക്കൻ എടുത്ത് അതിൽ കുറച്ചിങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണേ, കുത്തി കുത്തി മസാല പിടിക്കാൻ. എന്നിട്ട് ഈ മസാല മൊത്തം അതിലേക്ക് തേച്ച് പിടിപ്പിച്ച് ഓവർനൈറ്റ് വെച്ച് ഞാൻ എടുത്തതാണ് കേട്ടോ ഈ ചിക്കൻ. ഞാനിത് ഒരു ദിവസം മുഴുവനും വെച്ചിരുന്നിട്ട് അടുത്ത ദിവസമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് എടുത്തത്. കുക്കറിലേക്ക് നമ്മൾ ഈ മസാല ഷവായയുടെ ചിക്കനും മസാലയൊക്കെ കൂടിയിട്ടൊരു 3 വിസിലടിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഈ വെന്ത ചിക്കന് ഗ്രേവി കൂടാതെ ചിക്കനെ മാത്രം എടുത്തിട്ട് ഇതിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തായിരുന്നു. എന്നിട്ട് മറിച്ചും തിരിച്ചോട്ട് ഫ്രൈ ചെയ്ത് ഇത് പിടിച്ചപ്പോൾ തന്നെ വെന്ത് നന്നായിട്ട് ബോയിലായിട്ടുണ്ട് കേട്ടോ ചിക്കൻ. അങ്ങനെ ഇളകി വന്നിട്ടുണ്ട് കേട്ടോ, അങ്ങനെ 2 പീസായിപ്പോയി. എന്നിട്ട് ആ ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റിയ ഓയിലിൽ തന്നെ ചിക്കൻ്റെ ബാക്കിയുള്ള ഗ്രേവിയിൽ, കുക്കറിലുള്ള ആ ഗ്രേവി ഇട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനെ എടുത്ത് ഇതിലേക്കിട്ട് ഒന്നുകൂടി ഒന്ന് ഗ്രേവിയൊക്കെ മുകളിലേക്ക് ഫില്ല് ചെയ്ത് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഷവായി റെഡി ആയിട്ടുണ്ടേ. ഇനി നമുക്ക് മന്തി റൈസിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് ഓയിൽ എടുത്ത്, അത് ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഓയിൽ തന്നെ കുറച്ച് എടുത്തിട്ടുണ്ട്. ആ ഓയിലിലേക്ക് എല്ലാ സ്പൈസസ് ഇട്ട് കൊടുത്ത് കൂടെ ഒരു ഡ്രൈ ലെമണും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതോടൊപ്പം ക്യാപ്സിക്കവും തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാവേ. ഇനി അതിലേക്ക് ഞാൻ രമ്പയിലയും പച്ചമുളകും മുഴുവൻ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയം ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പാത്രം അരിയാണേ, ഒരു പാത്രത്തിലാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്, ഒരു ബൗളിൽ. ആ ഒരു ബൗള് അരിക്ക് 1.25 അളവിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ അരിക്ക് നീളൻ അരിയാണ് എടുത്തിട്ടുള്ളത്, ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഈ കഴുകി വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത് ഇതിപ്പം മൂടി വെച്ച് വേവിച്ചപ്പോൾ കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല, കറക്റ്റായിട്ടുണ്ട്. അടിപൊളി മണവും വന്നിട്ടുണ്ട്. സൂപ്പർ മന്തി റൈസ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒട്ടി വന്നിരിപ്പില്ല, കറക്റ്റാണ്. അടിപൊളി മണമാണ്, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ മണം പോലെ തന്നെ ഗുണമാണ് കേട്ടോ. അടിപൊളി. അങ്ങനെ നമ്മുടെ മന്തി റൈസ് റെഡിയായി. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ഷവായ കണ്ടോ, മസാല ഷവായ അതും ആയിട്ടുണ്ട്. റൈസും എടുത്ത് ഒരു പീസ് ഷവായ എടുത്ത് വെച്ച് ഒരു പിടി അങ്ങോട്ട് പിടിക്കാം നമുക്ക്. അടിപൊളി. കണ്ടോ, ചിക്കൻ്റെ കാലിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഇളകി വരും കണ്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒരു പീസ് ഇങ്ങനെ എടുത്ത് നമുക്ക് റൈസിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കഴിക്കാം. ഈ ഒരു ഐറ്റം നിങ്ങളാരും മിസ്സാക്കാതെ ഒന്ന് ഉണ്ടാക്കണം കേട്ടോ. മന്തി റൈസ് തന്നെ ഉണ്ടാക്കണമെന്നില്ല, ഇതിൻ്റെ കൂടെ നമുക്ക് കുബൂസോ ചപ്പാത്തിയോ എന്ത് വേണമെങ്കിലും കൂടെ. ഞാനിപ്പം മന്തി റൈസ് ഉണ്ടാക്കിയതേ ഉള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെ അടിപൊളിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് വേറെ വീഡിയോസായിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.